കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ വലിയ കൃപയുടെ ദിവസമാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കാം. അടയാളങ്ങളും കൃപകളും ഒരുകട്ടെ. ഈ സമയത്ത് എല്ലാ മക്കളുടെയും ബന്ധനങ്ങൾ അഴിയട്ടെ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. എല്ലാ ദൈവമക്കളിലുള്ള ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, കെട്ടുകളെല്ലാം ഇപ്പോൾ അഴിയട്ടെ. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത് ഐ ബൈൻഡ് കാസ്റ്റ് ഔട്ട്. എല്ലാത്തിനും ഇടശക്തിയുള്ള കൽപ്പിക്കുന്ന എല്ലാ മക്കളും വിട്ടുപോകണം കൽപ്പിക്കുകയാണ്. ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഹൃദയത്തിലും ദൈവാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം ഉണ്ടാകട്ടെ. ദൈവവചനം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അഭിഷേകമുള്ളതാക്കി തീരും. അറിഞ്ഞും അറിയാതെയും ഞാനും നിങ്ങളും നാളിതുവരെ ദൈവസന്നിധി ചെയ്തു കൂട്ടൽ രഹസ്യവും പരസ്യമായ മുഴുവൻ പാപങ്ങൾ ഉയർത്ത് ഹൃദയപൂർവ്വം അനുദപിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 34 അധ്യായത്തിൻ്റെ 11 മുതൽ 20 വരെയുള്ള വചനമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുക. പക്ഷേ നമ്മൾ കാണാപ്പാടം പഠിച്ചുള്ള വചനമാണ്. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയും വിടുതലിനായിട്ട് പ്രാർത്ഥിക്കാൻ ചെയ്യുമ്പോൾ ഈ നാളുകൾ ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അച്ഛൻ കാണാറുണ്ട്. ബന്ധനങ്ങൾ അഴിയുന്നത് കാണുന്നുണ്ട്. ഒരുപാട് ഈശോ ഇടപെടുന്നത് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണമാണ് ഇപ്പോൾ പറയുന്ന വചനം. നമ്മുടെ തടസ്സങ്ങൾ മാറാൻ, പൈശാചിക പീഡകൾ വിട്ടുപോകാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകാൻ, ആത്മീയ വളർച്ച ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുകയും ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുകയും. ബൈബിൾ എപ്പോഴും പറയുന്ന നാവിനെ സൂക്ഷിക്കാൻ പറയും. നിൻ്റെ ജീവിത ആയുസ്സിന് വേണ്ടിയാണ്, ദൈവാനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി നാവിനെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. തിന്മ ചെയ്യാതെ നാവിനെ സൂക്ഷിക്കുക. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുകയും. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവൻ. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവൻ. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സർവ്വവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ വലിയ ആഴമേറിയ അനുഭവങ്ങളെയും കൃപകളെയും കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതായത് നീതിപൂർവ്വം ജീവിക്കുക. എനിക്കൊന്ന് ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും ഒരു ബൈബിൾ, പഴയ നിയമ ഗ്രന്ഥങ്ങളും പുതിയ നിയമ വചനമൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നീതി പ്രവർത്തികൾ, പ്രകൃതിക്ഷോഭങ്ങളാകാം, മാരക രോഗങ്ങൾ, മാറാരോഗങ്ങൾ, ലോകത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെ നിന്നെല്ലാം ഒരുപാട് നീതിമാന്മാരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തണം. അതായത് നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ, ഗർഭസ്ഥ ശിശുക്കൾ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ട്. പലയിടത്തും നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്, സത്യം നിഷേധിക്കപ്പെടുന്നുണ്ട്. തിന്മ ആധിപത്യം പുലർത്തുന്നുണ്ട്. തിന്മയെ നന്മയായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. പാപത്തെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. മ്ലേച്ഛതയെ അത് പ്രേരിപ്പിക്കുന്നവരും, മ്ലേച്ഛതയിലേക്ക് പ്രേരിപ്പിക്കുന്നവരും, അത് പാപമല്ലെന്ന് പോലും ചിന്തിക്കുന്ന വിധത്തിലുള്ള കാഴ്ചപ്പാടുകൾ ലോകത്ത് കൂടുന്നുണ്ട്. ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്നതിനെ ഒരു കൂസലില്ലാതെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെയാണ് ദൈവം ഇടപെടുന്ന ചില ചരിത്ര സംഭവങ്ങളാണ്. ഇത് ലോകത്തിലുള്ള സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ബോധ്യം, ദൈവം ഇടപെടുന്ന കാലഘട്ടമാണിത്. ദൈവം ഇടപെടാൻ പോകുന്നു. ഇടപെട്ട് കഴിഞ്ഞു, ഇനി ഇടപെടാൻ പോകുന്നു. കാരണം നീതിക്ക് വേണ്ടിയുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിഷ്കളങ്കരുടെ ചോര ലോകത്ത് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീര് അവർ നീതിക്ക് വേണ്ടി. കാരണം അവർ കാര്യമില്ല. അവർ സത്യം, നീതി, ജീവിത വിശുദ്ധി, വിശ്വാസം, സത്യസന്ധത, ദൈവവചനവയെ മുറുകെ പിടിച്ചു എന്നുള്ള ഒരേ ഒരു കാരണത്താൽ അവർ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. അത്തരം ആളുകളുടെ കണ്ണുനീരും നിലവിളിയും ദൈവസന്നിധിയിലെത്തും. ഉറപ്പാണത്. അതിന് യാതൊരു സംശയമില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് പ്രപഞ്ചത്തിലും അപകടങ്ങൾ വരാം, ലോകത്തിൽ അപകടം വരാം, നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ അപകടം വരാം. അപ്പം അതുകൊണ്ട് ഈ ദൈവവചനം നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുത്തോണം. വേറെ ഒന്നും എടുക്കണം. ദൈവവചനത്തെ മാത്രം ഗൗരവമായിട്ട് എടുക്കുക. എവിടെയാണ് തെറ്റുപറ്റിയെന്ന് കണ്ടുപിടിച്ച് ആ മേഖലയിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞ്, മാപ്പ് പറഞ്ഞ്, തിരുത്തി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അത് മാത്രമേ ഉള്ളൂ ദൈവാനുഗ്രഹത്തിനുള്ള വഴി. അല്ല, വേറെ ഒരു വഴിയില്ല.
പക്ഷെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാകും, കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥനയിലെല്ലാം കിട്ടുന്നൊരു ഉത്തരം എന്താണ് വെളിപ്പെടുത്തൽ, എന്താണ് സന്ദേശം, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയിലാണോ മാനസാന്തരം ആവശ്യപ്പെടുന്നത്, ആ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ആ മേഖലയിൽ മാനസാന്തരപ്പെടുക, ആ മേഖലയിൽ നമ്മുടെ ജീവിതം നവീകരിക്കുക. അപ്പോൾ ദൈവാനുഗ്രഹങ്ങൾ കിട്ടുകയാണ്. അഹങ്കാരം നമ്മുടെ ജീവിതത്തിന്, അത് ജെറമ്യ 50:30-32, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചത്. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. അവൻ്റെ നഗരത്തിന് ഞാൻ തീ വെക്കും, ആ ചുറ്റുമുള്ളവയെ വിഴുങ്ങുമെന്ന് പറയുമ്പോൾ അഹങ്കാരിക്ക് നീതിബോധമില്ല. അവൻ്റെ വിജയം മാത്രമാണ് അവനെപ്പോഴും അവൻ്റെ നേട്ടത്തിന്, അവൻ്റെ ഉയർച്ചയ്ക്ക്, അവളുടെ നേട്ടത്തിന്, അവളുടെ ഉയർച്ചയ്ക്ക്, അവൻ്റെ സന്തോഷത്തിന്, അവൻ്റെ സുഖത്തിന്, അല്ലെങ്കിൽ അവളുടെ സന്തോഷം സുഖത്തിന് ആരെ വേണമെങ്കിലും ഉപദ്രവിക്കുന്നു, നശിപ്പിക്കുന്നു, തകർക്കുന്നു, തീർത്ത് കളയുക. സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്ത് തിന്മയും ചെയ്ത് കൂട്ടുന്നു. ആരെ കൊല്ലണോ, ഗർഭചിത്രം നടത്തണോ, ആരെ ഉപദ്രവിക്കണോ, ആരെ പീഡിപ്പിക്കണോ, ആരെ നശിപ്പിക്കണോ, യാതൊരു പ്രശ്നം കാരണം അനീതി പ്രവർത്തിക്കുക. അപ്പം ഇത് വരുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. അവിടെയാണ് പൈശാചിക ശക്തികളുടെ പ്രവർത്തനം വരാൻ. ദുഷ്ടാരൂപികൾ ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും കയറി ഇറങ്ങി അടിച്ച് തകർത്ത് കളയും. കാരണം വെച്ചാൽ നീതിയില്ലാത്തതുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ നീതിയില്ലാത്തതുകൊണ്ട് ദൈവത്തോട് അതുകൊണ്ടാണല്ലോ ഈ സങ്കീർത്തനം 119 ശരിക്കും അത് 1 മുതൽ 10 വരെയുള്ള വചനം വായിച്ച് നമ്മൾ ധ്യാനിക്കണം. എങ്കിൽ അത് പൂർണ്ണതയിൽ നമുക്കത് അനുഭവിച്ച് സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ. അഭംഗിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിന് നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അഭംഗിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിന് നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് അങ്ങേ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ നീതിയുടെ മാർഗത്തിൽ പോകുക. അതിൽ നിന്ന് മാറി നമ്മൾ വ്യാപരിക്കുമ്പോൾ പൈശാചിക പീഡ ലോകത്തിന്. അതുകൊണ്ട് ഇവിടെ മാനസാന്തരം ഉണ്ടാകണം, ലോകത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സകല ആളുകളോടും നീതി കാണിക്കുക. ആരെയും നമ്മൾ അടിമയാക്കാതിരിക്കുക, ആരെയും നമ്മുടെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാൻ, ദൈവിക നിയമത്തിന് കീഴിൽ എല്ലാവരും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ദൈവിക നിയമങ്ങളുടെ കീഴിൽ കൊണ്ട്, അല്ലാതെ നമ്മുടെ നിയമങ്ങൾക്കും നമ്മുടെ ചട്ടങ്ങൾക്കും കീഴിലോട്ട് സമൂഹത്തിൽ ലോകത്തെയും കൊണ്ടുവരിക എന്നതല്ല. അത് പൈശാചികമായ പ്രവർത്തനമാണ്. നേരെമറിച്ച് ദൈവത്തിൻ്റെ തണലിൽ ലോകം വളരട്ടെ. ദൈവിക നിയമം അതാണ്. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. കർത്താവെ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കും. അങ്ങയുടെ വചനത്തിൻ്റെ പാതയിലൂടെ നയിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും പ്രൊട്ടക്ഷനും കിട്ടുക. നമ്മുടെ ജീവിതത്തിന് പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായോ പരസ്യമായോ നാം ചെയ്യുന്നുണ്ട്. അത് കണ്ടുപിടിച്ച് അനുദപിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുക. അത് പലപ്പോഴും എല്ലാവരുടെയും പ്രശ്നമുണ്ട്. അതായത് ഞാൻ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ആ വചനം വായിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. വലിയ കൃപയുടെ വചനമാണ് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ വചനത്തിൽ. അവിടെ പരിശുദ്ധ അമ്മയെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവിടെ വീഞ്ഞില്ല എന്നുള്ള പ്രശ്നം കടന്നു വരുന്നത്. അപ്പോൾ ആ പ്രോബ്ലം വചനം വായിക്കാം. യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനം. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ വിവാഹ വിരുന്ന് അവിടെ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞ്, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരിയോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അപ്പോൾ അതിനുശേഷമാണ് അത്ഭുതങ്ങൾ നമ്മൾ കാണുക. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ അമ്മയോട് ഉണ്ടായിരുന്നു, അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ശരിക്കും പലപ്പോഴും നമ്മൾ കർത്താവിനെ വിളിക്കുന്നപ്പോഴാണ് ഒരു പ്രശ്നമുണ്ടായ ശേഷം ഇവരെന്ത് അവരുടെ ആഘോഷത്തിലേക്ക്, അവരുടെ സന്തോഷത്തിലേക്ക്, അവരുടെ ജീവിതത്തേക്ക് വിളിക്കുക. പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ വിളിക്കുകയാണ്. പ്രശ്നം ഉണ്ടായ പലപ്പോൾ നമ്മൾ ദൈവ പ്രാർത്ഥന തുടങ്ങുന്നതിന് പലർക്കും പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോഴാണ്, തകർച്ച ഉണ്ടായി കഴിയുമ്പോഴാണ്
സാമ്പത്തിക നഷ്ടമുണ്ടായി കഴിയുമ്പോൾ, മക്കൾ വഴിപിഴച്ച് കഴിയുമ്പോൾ, ജീവിത പങ്കാളി വഴിപിഴച്ച് കഴിയുമ്പോൾ, രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ, ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ, കോവിഡ് വന്നു കഴിയുമ്പോൾ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അപകടങ്ങൾ സംഭവിച്ച ശേഷം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയെയും ഈശോയെയും 12 അപ്പസ്തോലന്മാരൊക്കെ അവർ വിളിച്ചിരിക്കുക. ഓൾറെഡി അവരെല്ലാം വിളിച്ചിട്ട് പരിശുദ്ധ അമ്മ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ അതായത് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി അല്ല അവൻ ദൈവത്തെ വിളിക്കേണ്ടത്. നേരെ മറിച്ച് അവൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ് സ്വർഗം മുഴുവനാതെ. അവൻ്റെ ജീവിതത്തിൽ അവന് ദൈവമില്ലാതെ, ഈശോമിശിഹായില്ലാതെ, അപ്പസ്തോലന്മാരില്ലാതെ, പരിശുദ്ധമില്ലാതെ ജീവിക്കും. അവൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമാണ്. അവരാണ് അതിൻ്റെ നടുവിൽ നിൽക്കുന്നത്. അപ്പോൾ അവരാണത് നയിക്കുക. അവരില്ലാത്തൊരു ഒരു ആഘോഷം അവർക്കില്ല. അവർക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും അവിടെ നടക്കത്തുമില്ല. നമ്മളൊക്കെ എന്തുകൊണ്ട് ദൈവത്തെ വിളിക്കാതെ? നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കണം നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ. ചില യുവാക്കൾ, യുവതികൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില ജീവിതം നയിക്കും. അതിനുവേണ്ടിയാണ് ഇവർ ദൈവത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന കാണാൻ പറ്റും, പ്രാർത്ഥനയും വിശ്വാസവും ഇല്ലാതെ. അപ്പോൾ ദൈവം ഈശോ വന്നു കഴിയുമ്പോൾ അപ്പോൾ അവിടെ കണ്ടുമുട്ടുന്ന പ്രശ്നം വന്നു, ഒരു പ്രോബ്ലം വന്നെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു. ഒരുപക്ഷെ അവിടെ കലവറക്കാരനോ ആ കുടുംബനാഥനോ ആരും തന്നെ ഈ മിറക്കിൾ ഇങ്ങനെ സംഭവിക്കുന്ന അറിഞ്ഞുപോയില്ല. അവർ വിഷമിച്ചെന്ന് മാത്രമേ, ബാക്കി അവിടെ ഒരു മിറക്കിൾ അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കും. കാരണം ഓൾറെഡി അവരുടെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചു. അതുകൊണ്ട് നമ്മളൊക്കെ നല്ല ഒരു കുഴപ്പമില്ലാത്ത സമയത്താണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴും മുന്നിൽ അപകടം നമ്മൾ കാണണം. ഈ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന അധ്യാപകൻ മാഷ് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഓരോ വളവിലും വളവെടുക്കും. വണ്ടി ഓടിച്ച് ഓരോ വളവ് കാണുമ്പോഴും എതിരെ ഒരു വണ്ടി പ്രതീക്ഷിച്ചോണം. ഒരു അപകടം എപ്പോഴും പ്രതീക്ഷിച്ചോണം. ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതാണ് എന്ന് വെച്ചാൽ ജീവിതം വെച്ചാൽ ഓരോ ദിവസവും അടുത്ത ദിവസം അത് ഇന്നത്തെ പോലെ. ഇന്ന് നമ്മളെ സന്തോഷിച്ചു, നാളെ സന്തോഷമാണ്, യാതൊരു നിർബന്ധവും ഇല്ല. ഇത് നമുക്കെല്ലാം ഉണ്ട്, നാളെ എല്ലാം തിരിച്ചു പറയാന്ന്. പിന്നെ ആളുകൾ ചില പെരുമഴ ഉണ്ടായപോലെ ആരും ഒരു മിനിറ്റുകൾക്കുള്ളിൽ അപകടങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു പോയി. എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പ്രശ്നങ്ങൾ തീർന്ന പോലെ. ഇതൊന്നും നമ്മൾ മുന്നിൽ കാണാൻ പറ്റില്ല. ഇതെന്ന് അപ്പോൾ ആര് നോക്കിയാലോ, ഏത് ഗവേഷകന്മാർ നോക്കിയാലോ ഒന്നും കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്കൊന്നും ചെല്ലാൻ പറ്റത്തില്ലാത്ത അപ്പുറത്തും കാര്യങ്ങൾ നടക്കുന്നു. ഈ കാലങ്ങൾ കഴിഞ്ഞൊരു 3-4 വർഷത്തെ പ്രപഞ്ചത്തിലും സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അത് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാനോ ആർക്കും മുൻകൂട്ടി കാണാനോ കുറച്ചൊക്കെ പറയാം, എന്നല്ലാതെ ഒന്നും തീരുമാനം പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഒന്നും പിടിയിലല്ല. അപ്പോൾ ഈ ലോകം നമ്മൾ തന്നെ നമ്മുടെ പിടിയിലല്ല, തിരിച്ചറിയണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോടുള്ളൊരു പ്രാർത്ഥന, ദൈവത്തോടുള്ള ബന്ധം, നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം വളരെ അത്യാവശ്യമാണ്. ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള പ്രാർത്ഥന വളരെ അത്യാവശ്യം, വളരെ വളരെ അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം, വലിയൊരു വിടുതൽ, വലിയൊരു സൗഖ്യം ലഭിക്കാൻ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. ദൈവകാര്യങ്ങൾ ജീവിതം കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അച്ഛൻ പറഞ്ഞൊന്നും മറ്റൊന്നുമല്ല, നീതിപൂർവമായ ജീവിതം വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പോൾ ദൈവം നമ്മുടെ കാര്യത്തിൽ ദൈവം പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതം ക്ലിയർ ആയിരിക്കണം. അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപോയ തെറ്റുകളൊക്കെ തിരുത്തുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുക. ദൈവം കരുണ കാണിക്കുന്നവന്. 100 ആടുകൾ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ 99നെ മരുഭൂമി വിട്ടിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ പോകും ദൈവം. നഷ്ടപ്പെട്ടതിനെ കിട്ടുമ്പോൾ വാരിപ്പുണർന്ന് സ്വീകരിക്കുന്നവൻ, നഷ്ടപ്പെട്ടതെല്ലാം കൊടുക്കും ദൈവം. ആരെല്ലാം പാപം ചെയ്തു എന്നുള്ളതല്ല കർത്താവിന് തിരിച്ചു വരുന്നുള്ള, പാപം ചെയ്യുന്നത് തിരിച്ചു പ്രശ്നമാണ്. പക്ഷേ അതല്ല, തിരിച്ചു വരുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ഒരിക്കലും ദൈവം അവരെ കൈവിടുകയില്ല. മാനസാന്തരപ്പെടുന്ന പാപിയെ ദൈവം ഒരിക്കലും തള്ളിക്കളയില്ല. അവൻ്റെ പ്രാർത്ഥന ദൈവം മാറ്റിവെക്കില്ല. അവനെ ദൈവം ഒരുപാട് ബഹുമാനിക്കും, ഒരുപാട് സ്നേഹിക്കും. ദൈവത്തേക്ക് തിരിച്ചു വരുന്ന ഏതൊരാത്മാവിനും ദൈവം സർവ്വവിധ അനുഗ്രഹങ്ങളും കൃപകളും കൊടുക്കും. പക്ഷേ ആ തിരിച്ചു വരാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ തിരിച്ചു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ മാനസാന്തരം എന്നുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ്, ദൈവം നീതിമാനായ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കുമ്പോൾ എന്തായിരിക്കും ദൈവം കാണുക? അപ്പോൾ അതാണ് തിരിച്ചറിയുക. എൻ്റെ പ്രശ്നം എന്താണ്, എന്നെ എവിടെയാണ് ഞാൻ നീതി, ആരോടാണ് ഞാൻ നീതി? എൻ്റെ ജീവിതത്തോട്, എൻ്റെ ആത്മാവിനോട്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ആത്മാവിനോട് ഞാൻ നീതി കാണിക്കുന്നുണ്ടോ? പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കുമെന്ന് പറയും. അപ്പോൾ ഇവിടെ ദൈവത്തോട് നീതി കാണിക്കണം. ദൈവത്തോട് നീതി കാണിക്കുക എന്നുള്ള വലിയൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ, നമ്മുടെ ആത്മാവിന് യോജിക്കാത്ത സകല ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നോട്ടങ്ങളും എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കർത്താവിന് 1ാം സ്ഥാനം കൊടുക്കാൻ, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കാൻ നമുക്കിടയാകട്ടെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്നത് കാണാൻ പറ്റും.
സങ്കീർത്തനം 34 അധ്യായത്തിൻ്റെ 12-13 ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെ സൂക്ഷിച്ചു. ശരിക്കും നമ്മുടെ അഭിഷേകങ്ങൾ മുഴുവൻ കളയും നമ്മുടെ നാവാണ്. നാവ് കൊണ്ട് കുറ്റം പറയുന്നു, പരദൂഷണം പറയുന്നു, വിമർശിക്കുന്നു, ചീത്ത വിളിക്കുന്നു, മ്ലേച്ഛ കാര്യങ്ങൾ കൊടുക്കുന്നു, ലോകാകാര്യങ്ങൾ കൊണ്ട് മാറ്റുന്നു. എപ്പോഴും നാവ് പാപമാണ് അവർ പാപം പുറപ്പെടുവിക്കുക, തിന്മ പുറപ്പെടുവിക്കുക. ഇത് തന്നെ വചനത്തിൽ സങ്കീർത്തനത്തിൽ 52 സങ്കീർത്തനത്തിൻ്റെ 2-3 വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് 52 നിങ്ങൾ ദിവസം മുഴുവൻ നീ വിനാശം നിരൂപിക്കുന്നു. വഞ്ചക, നിൻ്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. ഇന്ന് ലോകത്തിൽ ഒരുപാട് പേർ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. പറയാണ്, നിൻ്റെ നാവിനെ, നിൻ്റെ ജീവിതം ദൈവം തകർക്കൊണ്ട്. നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കുക. നാവ് കൊണ്ട് നമ്മുടെ വാക്ക് നമ്മൾ നിയന്ത്രിക്കുക. നമ്മൾ അത്ഭുതകരമായ നിയന്ത്രണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം 1 കൊരിന്തോസിൻ്റെ 9:27 വചനം 27 പൗലോസ് പറയും, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തും. ശരിക്കും ശരീരത്തെ കീഴ്പ്പെടുത്തുക, നിയന്ത്രിക്കുക. നാവിന് ശരീരത്തെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നാവിനെ നിയന്ത്രിക്കുക. എങ്കിൽ ശരീരം മുഴുവൻ നിയന്ത്രിക്കപ്പെടും. അതായത് യാക്കോബ് 3:2 പറയും, നാവിനെ നിയന്ത്രിച്ചാൽ ശരീരം മുഴുവൻ നിയന്ത്രിക്കപ്പെടും. നാവിനെ നിയന്ത്രിക്കാതെ ശരീരം നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സംസാരങ്ങൾ അമിത സംസാരമുണ്ടോ, ഒരുപാട് പാഴ്വാക്കുകൾ പറയുന്നുണ്ടോ, അതിൽ നമ്മൾ കണ്ണുകൾ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട്, ചിത്രങ്ങൾ, ലോകത്തിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ പാപത്തിലേക്ക് പോവുക, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വളരെയധികം നമ്മൾ എളുപ്പപ്പെടാനും അനുദപിക്കാനും പശ്ചാത്തപിക്കാനും തയ്യാറാകുക. ദൈവകൃപയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വലിയൊരു ജീവിതമായിട്ട് മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും തരുന്ന കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഈശോ ആരാധന, ഈശോ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് നന്ദി പറയും. ദൈവമേ, ഈ സമയം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വചനവും ഞങ്ങൾ ഹൃദയത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ ഇടവരുത്തണം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഈശോ ആരാധന, ഈശോ നന്ദി, ഈശോ സ്തുതിക്ക് നന്ദി പറഞ്ഞു. ഇവൻ്റെ ഒരു വചനം സങ്കീർത്തനം 34:17 വചനം പറയുകയാണേ, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സർവ്വവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കും. നീതിപൂർവ്വമാണെങ്കിൽ ദൈവം അവിടെ ഇടപെടും. അതേത് സ്ഥലത്തും നീതിപൂർവ്വം. അവിടെ നമ്മൾ ആരോട് പകയോ വിദ്വേഷവും സൂക്ഷിക്കരുത്. ഉള്ളിൽ പകയും വിദ്വേഷമല്ല, നമ്മൾ നീതിപൂർവ്വം എന്നാണ് പ്രവർത്തിക്കുക. നീതിപൂർവ്വം നമ്മൾ നമ്മുടെ വശം മാത്രം ചിന്തിക്കുമ്പോൾ ഒരിക്കലും നീതി കാണില്ല. മറുവശവും ചിന്തിക്കുമ്പോൾ മാത്രമേ നീതി കാണുകയുള്ളൂ. നീതി കണ്ടുപിടിക്കാൻ ഒരു വശം മാത്രം കേട്ടാൽ നീതി കിട്ടത്തില്ല. ഒരു ന്യായാധിപനും ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് നീതിയുടെ വിധി കൽപ്പിച്ചാൽ അവൻ നീതിമാനല്ല. 2 വശവും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ തന്നെ ഒരുപക്ഷെ മറ്റുള്ളവർ, ഇപ്പോൾ അധികാരികളോ ചുറ്റുമുള്ളവരൊക്കെ അവർ നീതി കാണും. പക്ഷേ നമ്മൾ തന്നെ 2 വശവും ചിന്തിക്കുമ്പോഴേ അത് നീതിയാകുള്ളൂ. നമ്മൾ ഒരു വശം മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും അവിടെ നീതി ഉണ്ടാകത്തില്ല. ഒരിടത്ത് നീതിയുണ്ട്. നമ്മുടെ ഭാഗം മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ ആർക്കും ഈ ലോകത്ത് നീതി കിട്ടില്ല, നമുക്ക് വേണ്ടുമാ. പക്ഷേ മറുഭാഗവും എല്ലാവരുടെയും ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കാൻ, എല്ലാവരോടും കരുണ കാണിക്കാൻ, നമ്മളോട് മറ്റുള്ളവർ കരുണ കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരോട് നമ്മളും കരുണ കാണിക്കേണ്ടതല്ലേ എന്നുള്ള ചിന്ത കൂടി നമ്മുടെ ഹൃദയം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവിക ഇടപെടൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പറ്റും. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വചനം കൂടെ ഏറ്റവും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്നും പറയുന്ന, വായിക്കുന്ന, ധ്യാനിക്കുന്ന വചനമാണ് സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശരിക്കും ഈ മനമൊരുകുക, ഹൃദയം വേദനിക്കുക, അപ്പോൾ ആ മേഖലയിലാണ് ദൈവികമായ അതിശക്തമായ ഇടപെടുണ്ടാകുക. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ അനുദപിക്കാം, പശ്ചാത്തപിക്കാം, മാനസാന്തരപ്പെടാം, ജീവിതം മുഴുവനും ദൈവകരങ്ങളിൽ ചേർത്ത് വെക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ച്ചു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ. ഈ ലോകത്തിൻ്റെ മേൽ കാരണം ശരിക്കും നീതിപൂർവ്വം ഈ ലോകത്തിൻ്റെ പ്രാർത്ഥിക്കുക. നീതിയോടെ പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുതം ഉണ്ടാകും. ഏത് കൊടുങ്കാറ്റിലും ഏത്
ഏതെല്ലാം പെരുമഴ പെയ്താലും ഏതെല്ലാം രോഗപീഠ ഉണ്ടാലും അവിടെ നമ്മുടെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. ആ ദൈവകരം നമ്മെ കൈപിടിച്ച് നടത്തും. അപകടങ്ങളിൽ അനർത്ഥങ്ങൾ രക്ഷിക്കും. നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ അനുദപിക്കുക, ഹൃദയം മുഴുകിയും അനുദപിക്കുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുക, പരസ്പരം ക്ഷമ ചോദിക്കുക, ദൈവത്തോട് നീതി കാണിക്കുക, നമ്മളോട് നീതി കാണിക്കുക. അപ്പോൾ ദൈവകൃപ ലഭിക്കും. തുടർന്നുള്ള ആരാധന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തന ഇടപെടൽ നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ കുർബാനയുടെ ശക്തി ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ പൈശാചിക പീഡകളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ കൽപ്പിക്കുന്നു. സങ്കീർത്തനം 113 അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവിനെ സ്തുതിക്കുവേൻ, കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവേൻ, കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവേൻ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെ മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിൻ്റെ മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതികളെ ചാരക്കൂനിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അവിടുന്ന് വന്ധിക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിലുള്ള ബന്ധനങ്ങൾ അഴിയും. പൈശാചിക പീഡകൾ, രോഗങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങളൊക്കെ മാറിപ്പോകും. കൽപ്പിക്കുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്തെ ആജ്ഞാപിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തിലുമുള്ള ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലുള്ള ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച യേശുവിൻ്റെ കാൽപാദത്തെങ്കിലേക്ക് വെക്കുന്നു. ഈ സമയം തന്നെ എല്ലാ മക്കളും വിടുതൽ പ്രാപിക്കട്ടെ. ദൈവാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം ഉണ്ടാകട്ടെ. മാനസിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, അസ്വസ്ഥതകൾ, അശുദ്ധി, അവിശ്വാസം, യുക്തിചിന്തകൾ, നിരാശകൾ എല്ലാം മാറിപ്പോകട്ടെ. കർത്താവ് ഈശോയുടെ നാമത്തിൽ ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു. ഈ സമയത്ത് എല്ലാ ദൈവമക്കളും പൂർണ്ണ വിടുതലും പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, വിശ്വാരാധന, ഹല്ലേലൂയ, ആരാധന. സകല ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ. ഓരോ വ്യക്തിയുടെ മേലുള്ള തിന്മയുടെ ശക്തികൾ വിട്ടുപോട്ടെ. വെറുപ്പിന്റെ, പകയുടെ, ഭയത്തിന്റെ, ഉത്കണ്ഠയുടെ, നിരാശയുടെ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ. സമാധാനം നിറയട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോട് കൊയ്യുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷം. കർത്താവ്, കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭ മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിക്കുന്ന ഉദ്ധിതനായ കർത്താവെ, ഈ നിമിഷം അങ്ങനെ ഉത്ഥാനത്തിൻ്റെ ശക്തി, ജീവന്റെ ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി ഇപ്പോൾ ഓരോ വ്യക്തിയുടെ മേലും ഓരോ കുടുംബത്തിൻ്റെ മേലും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കണ്ണുനീര് ഒപ്പണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബത്തിനും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. അഭിഷേകം പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ശക്തമായ അഭിഷേകം, കൃപയുടെ അഭിഷേകം ഒഴുകട്ടെ. എല്ലാ വ്യക്തിയുടെ മേലും എല്ലാ മക്കളുടെ മേലും കൃപയുടെ അഭിഷേകം ഒഴുകട്ടെ. ദൈവ കൃപ ഒഴുകട്ടെ. നിരാശ വിട്ടുപോകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. With the mighty name of Jesus of Nazareth, I break all evil chains. എല്ലാ തിന്മയുടെ ചങ്ങലകളും പൊട്ടി തകരട്ടെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന.